ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്തത് നമ്മളെ ട്രിപ്പ് 5ൻ്റെ ഗ്യാരേജ് പഴയത് ഇതായിരുന്നു. നമ്മളത് വിട്ടിട്ട് പുതിയൊരു ഗ്യാരേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്യാരേജിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ സ്പാർക്കോൻ്റെ സ്പാർക്കോ മൊബൈൽ സ്പോൺസർ നമ്മുടെ റേസിംഗ് കാറിനാണ് നമ്മൾ പോണേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തതിൻ്റെ ഒരു സ്ഥലം മാത്രമായിട്ടാണ് എടുത്തത്. ഇതിന് നമുക്കിനി നമ്മുടെ ട്രക്ക് കൊണ്ടൊക്കെ പോകണം. നമ്മൾ സ്ഥലമാണ് എടുക്കണം. സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ അവിടെ നമ്മുടെ ഗ്യാരേജ് പുതിയത് പണിയും. അപ്പോൾ ഗ്യാരേജിൻ്റെ ഇഷ്ടത്തിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കത് എന്താണെന്ന് കാണാം. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ പഴയ ഗ്യാരേജിൻ്റെ അടുത്തുനിന്ന് ഒരു 1 or 2 കിലോമീറ്ററാണ് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള സ്ഥലം. ആദ്യം ഇത് വേറൊരു സ്ഥലമായിട്ടാണ് കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്താണ് നമ്മുടെ ഗ്യാരേജ് പണിയാൻ പോണത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അപ്പോൾ ഈ സ്ഥലത്ത് ഇനി പണിയാനാണെങ്കിൽ ഇനി കുറച്ചും കൂടി പണി നമുക്ക് ബാക്കിയുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് സെറ്റാക്കണം. അപ്പോൾ നമ്മളൊരു കോൺട്രാക്ടർ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ ചെയ്തോളും. നമുക്ക് പോയിട്ട് കുറച്ച് ടയറും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ അതിൻ്റെ സ്ഥലത്തിൻ്റെ ഓണറിനൊക്കെ കാണണം. നമുക്ക് നമ്മുടെ പഴയ ഗ്യാരേജിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ നമ്മുടെ ഫോർഡിൻ്റെ ട്രക്ക് എടുത്തിട്ട് നമുക്ക് പോവാം. വണ്ടി ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടിക്ക്. കാരണം അപ്പം നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ഗ്യാരേജിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഫോർഡിൻ്റെ റാപ്റ്റർ എടുത്തിട്ട് നമുക്ക് സ്ഥലം വരെ പോകാനുണ്ട്. അത് പോയി വരുമ്പോഴേക്കും നമ്മുടെ ഗ്യാരേജ് സെറ്റാക്കണം. കോൺട്രാക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടാവും. ചെറിയൊരു ഡാമേജ് വണ്ടിക്ക് അലൈൻമെൻറ്റ് ശരിയൊന്നുമല്ല. അത് കാരണമാണ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. കണ്ടോ, ആക്സിലൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ വേറെ വണ്ടിയിൽ തന്നെ നമ്മൾ തിരിക്കാം. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതേ നമ്മുടെ റാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ റാപ്റ്ററിൻ്റെ ബാക്കിൽ ഒരു ടയറുണ്ട്. അത് ഒരു കസ്റ്റമറിന് ഓർഡർ ചെയ്തിട്ട് മേടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് നമ്മൾ നേരെ പോണത് നമ്മുടെ മറ്റേ സ്റ്റേഡിയമില്ലേ, അവിടേക്കാണ് നമുക്ക് പോകേണ്ട കാരണം വേറെ ഒന്നുമില്ല. സ്റ്റേഡിയത്തിൻ്റെ അവിടെ പുതിയ നമ്മുടെ ലോഡ് വന്നിട്ടുണ്ട്. ലോഡ് മീൻസ് നമ്മുടെ ഗ്യാരേജിലേക്ക് ആവശ്യമായിട്ടുള്ള ജാക്കി, ടൂൾസ്, അങ്ങനത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി അത് എടുത്ത് ഇവിടെ വരുമ്പോഴേക്ക് നമ്മുടെ ഗ്യാരേജ് സെറ്റാവുമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഇപ്പോൾ 1 മാസം 2 മാസമായിട്ട് എൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ നമ്മൾ അവർ റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുക, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിനി അവിടേക്ക് പോവാണ്. അപ്പോൾ സ്റ്റേഡിയം എത്തുമ്പോൾ കാണാം കേട്ടോ. സ്റ്റേഡിയം എത്താറാകുമ്പോഴേക്കും നമുക്ക് കാണാം. സ്റ്റേഡിയത്തിൻ്റെ 2 ട്രക്കാണ് വന്നതാണ്. അതിലൊരു ട്രക്കിൽ നമ്മുടെ സാധനങ്ങളാണ്. അപ്പോൾ നമുക്കത് പോയി എടുക്കാം. അതെടുത്ത് വരുമ്പോഴേക്കും ആവുന്ന നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ വരും. എല്ലാവരും കാണാം കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റേഡിയം എത്തിയിട്ടുണ്ട്, ഹോറിസോൺ സ്റ്റേഡിയം എത്തി. അപ്പോൾ നമ്മുടെ ലോഡിങ്ങിനായിട്ട് നമ്മുടെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ റബ്ബറിൻ്റെ ഉള്ളിൽ കയറ്റാണ്, പാർക്കിങ്ങിലോട്ടാണ് നമ്മുടെ വണ്ടിയിൽ. ഇപ്പുറത്ത് കാണുന്ന വണ്ടിയാണ് നമ്മുടെ ലെഫ്റ്റിലെ വണ്ടി. എനിക്ക് ഇവിടെ നിന്ന് ഇട്ടിട്ട് അവരുടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഒന്ന് ലോഡൊക്കെ റിവേഴ്സ് എടുത്തേ, എന്നിട്ട് ഞാൻ ലോഡൊക്കെ ഒന്ന് കയറ്റി. ലോഡ് ഇതിലല്ല കയറ്റണേ, നമ്മൾ അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് ഇമ്പോർട്ടല്ല ചെയ്യാണ്. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ സെറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ജാക്കറ്റ് തെങ്ങ കയറ്റിയിട്ടുണ്ട്. വണ്ടിക്ക് ചെറിയ വലിയ കുറവുണ്ട്, എന്നാലും വലിയ വണ്ടിയുടെ ടർബോ കയറ്റാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോവാണ്. വണ്ടി വളർത്തി ടയറിൻ്റെ സൈഡിൽ ഒരു ടയറുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് കണ്ടാ കുറച്ച് ആളിലൊക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, വണ്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്പോർട്സ് കിറ്റ്, സ്പോർട്സിൻ്റെ കാര്യങ്ങളും അതും ഇതും അലോയൊക്കെ നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. വേറെ ഇനിയും കുറച്ച് നാൾ വരാണ്ട്. അപ്പോൾ ഈ പാർക്കിൽ നമുക്ക് ഇതൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് തന്നെ എത്താം. ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ഒരു 100K ആണ്, അതിലേക്ക് എത്തിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ റോഡ് 100K. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ അവിടെ എത്താറാകുമ്പോൾ നോക്കണം. ഗൈസ് ഇതാണ് ഞാനും നിങ്ങളായിട്ട് ഇത്രയും കാലം കയറ്റുന്ന നമ്മുടെ പുതിയ വർക്ക്ഷോപ്പ്. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, അവർ പറഞ്ഞു ഒക്കെ റെഡിയാണ്, നിങ്ങൾ സാധനമായിട്ട് എത്തിയാൽ മതി. ജാക്കൊക്കെ അവർ വേറെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ സ്ഥലം ഒന്നും കൂടെ നീക്കിയായിരുന്നു അറ്റത്തേക്ക്. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ വർക്ക്ഷോപ്പ്. അപ്പോൾ നമുക്കിന്ന് ബോർഡൊക്കെ അടിക്കേണ്ടത്. ഇതൊരു പഴയൊരു ബോർഡാണ് ഇരിക്കുന്നത്, അതിൽ പുതിയ ബോർഡ് നമുക്ക് വെക്കാണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്ത വർക്ക്ഷോപ്പ്. അപ്പോൾ ഇത് വന്ന ടയറും തെങ്ങയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഡൊക്കെ ഇറക്കിയിട്ട് വേണം. ഗൈസ് ഇവർ തന്നെ നമുക്ക് കുറച്ച് ടയറും കുറച്ച് ലിഫ്റ്റും ജാക്കിയും കുറച്ച് കംപ്രസറും പെയിൻറ്റ് കംപ്രസറും എൻജിൻ ഹാങ്ങറും ഒക്കെ തരുന്നുണ്ട്. ടയറിനെ കുറേ ഉണ്ട് നമുക്ക് ഇവിടെ. പിന്നെ നമുക്കൊരു സിറ്റിങ്ങും അകത്തൊരു ഓഫീസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്ക്ഷോപ്പ്. ഇനി നമുക്ക് വർക്ക്ഷോപ്പ് കുറച്ചും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അത് ചെയ്ത അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഹോപ്പ് ഗൈസ് ദിസ് വീഡിയോസ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ ബൈ.